ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ഭഗവത്ഗീത നമ്മൾ ചാപ്റ്റേഴ്സ് തുടങ്ങാൻ പോവാണ്. ഒന്നാമത്തെ അധ്യായം 18 അധ്യായങ്ങളിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ അർജുന വിഷാദ യോഗമാണ്. അർജുനൻ്റെ വിഷാദമാണ്. എല്ലാ സൈന്യങ്ങളെയും കാണാൻ പറ്റുന്ന, മുഴുവനായിട്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തേര് നിർത്തി ബന്ധുമിത്രാദികളെ കണ്ടു, ഗുരുനാഥന്മാരെ എല്ലാം കണ്ടു. ഇവരെയൊക്കെ എങ്ങനെ ഞാൻ വധിക്കും, എനിക്ക് വയ്യാട്ടോ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അർജുനന് ഒരു മരുന്ന് കൊടുക്കുകയാണ് ഭഗവാൻ അല്ലേ. ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അസുഖം മാറി ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ വളരെ ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ കർമ്മം ചെയ്തോളാം എന്ന് പറയുന്ന അർജുനനാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ തൻ്റെ ദുഃഖങ്ങളൊക്കെ ഭഗവാനോട് പറയാണ്. എന്താണ് തൻ്റെ വിഷാദം എന്നുള്ളതെല്ലാം പറയാണ്. നമ്മളായാലും നമുക്ക് അത്രയും ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കണ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഒരു സുഹൃത്തുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അല്ലേ, ഒരു 70% കാര്യം, ബാക്കി 30 എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അങ്ങനെ തുറന്നു പറയാണ്. അപ്പോൾ ബന്ധുവിനോട് തുറന്നു പറയുമ്പം, അല്ലെങ്കിൽ ബന്ധുവായിട്ടോ സുഹൃത്തായിട്ടോ എങ്ങനെ കാണാം. അടുത്ത സുഹൃത്താകുമ്പോൾ അവർ ബന്ധുക്കളെ പോലെ തന്നെ ആയി മാറും ചിലപ്പോൾ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബന്ധുക്കളുണ്ടാവാം. ആരോട് പറയുകയാണെങ്കിലും വളരെ നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം പങ്കുവെക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്കറിയാം. ഇപ്പം നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അവരെന്ത് ചെയ്യും, ഒരു ആശ്വാസവാക്ക് തരും. അത് സാരില്ലാന്നേ, അതൊക്കെ കടന്നു പോകും, എല്ലാം ഇങ്ങനെ കടന്നു പോവില്ലേ, അതുപോലെ ഒന്നും പേടിക്കണ്ട, നമുക്ക് മനസ്സിന് ധൈര്യം തരും. ഭാവി എന്താവുമെന്ന് അവർക്ക് തന്നെ അറിയില്ല, എന്നാലും അവർ നമ്മളെ ഒരു മനസ്സിനൊരു ശക്തി തരും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണത്, ഇവിടെ ഭഗവാൻ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. സുഹൃത്തിനെ പോലെയല്ല, ഭഗവാന് തീർച്ചയായിട്ടും അറിയാം ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനോടാണ് ഇവിടെ സങ്കടം പറയുന്നത്. അപ്പോൾ നമുക്ക് ആശ്വാസവാക്ക് കിട്ടുന്നതിന് പകരം ഒരു ഉറപ്പാണ് കിട്ടുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് ഭഗവാന് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു ഉറപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സുഖങ്ങൾ പങ്കുവെക്കാം, ദുഃഖങ്ങൾ പങ്കുവെക്കാം. നമ്മുടെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഭഗവാൻ മാത്രമാണ്. ഇത് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരു ഏറ്റവും നല്ല സുഹൃത്തിനോട് പറയുന്നത് പോലെ ഭഗവാനോട് പറയാം. അപ്പോൾ അർജുനൻ്റെ വിഷാദങ്ങൾ ഭഗവാൻ ദൂരീകരിച്ച പോലെ തന്നെ നമ്മളുടെ വിഷമങ്ങളും ഭഗവാൻ ദൂരീകരിക്കും. നമുക്ക് മനഃശാന്തി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഈ ഭഗവത്ഗീതയെ ഒരു ഔഷധമാണ് എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഔഷധം നമ്മൾ സേവിച്ചേ പറ്റൂ, സേവിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ ഭഗവത്ഗീത അവിടെ ഉത്ഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ ഇങ്ങനെ ഒരു ഭഗവത്ഗീത അല്ലെങ്കിൽ ഈ തത്വങ്ങൾ അർജുനനെ ഉപദേശിക്കാൻ കാരണം എന്നുള്ളതിന് നമ്മൾ മഹാഭാരതം കുറേ പഠിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും കുറച്ച് പറയാം. അതായത് യുദ്ധം തുടങ്ങിയല്ലോ, എല്ലാവരും കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യുദ്ധം വേണ്ടി വന്നു, അനിവാര്യമായി. ദുര്യോധനൻ്റെ ഒരു കടുംപിടുത്തം കാരണമാണ് യുദ്ധം വേണ്ടി വന്നത്. അങ്ങനെ യുദ്ധം ഏതായാലും തുടങ്ങി. യുദ്ധം വന്നപ്പോൾ ധൃതരാഷ്ട്രക്ക് അന്ധനാണല്ലോ, അപ്പോൾ കണ്ണ് കാണൂല്ല. അത് മാത്രമല്ല, ഉള്ളിലിങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആർക്കും പേടിയല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മറ്റേ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ യുദ്ധം വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അതേപോലെ യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും, പ്രത്യേകിച്ചും നമ്മളുടെ അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ കണ്ടു കാണും യുദ്ധം എന്താണെന്നുള്ളതൊക്കെ. അതേപോലെ അത് നേരിട്ട് കണ്ടവർക്ക് പ്രത്യേകിച്ചും യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടിയാണ്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് അന്ധനായതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു ധൃതരാഷ്ട്രരോട്, വേണമെങ്കിൽ ദിവ്യദൃഷ്ടി തരാം, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണമെന്നുള്ളതൊക്കെ കാണാനുള്ള ദിവ്യദൃഷ്ടി ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ധൃതരാഷ്ട്രർ പറഞ്ഞത്, എനിക്ക് കാണണ്ട, ഇതെല്ലാം വിശദമായിട്ട് കേട്ടാൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ
ഇതെല്ലാം നമ്മൾ എന്താ ഇപ്പോൾ പറയുക ഈ ഫുട്ബോൾ കമൻട്രിയൊക്കെ കേൾക്കില്ലേ, ക്രിക്കറ്റും ഫുട്ബോളൊക്കെ, അതേപോലെ അപ്പം നടക്കുന്ന ലൈവായിട്ട് എന്താ തത്സമയ സംപ്രേഷണം എന്നോ മറ്റേ പറയൂലേ, അത് കിട്ടണമെങ്കിൽ അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾ വേണമല്ലോ. അപ്പോൾ വ്യാസൻ്റെ ശിഷ്യനുമാണ് സഞ്ജയൻ. അപ്പോൾ ആ സഞ്ജയനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് ഈ യുദ്ധക്കളത്തിലെ വിവരണങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമൊക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു ധൃതരാഷ്ട്രക്ക്, ഞങ്ങൾ തന്നെ ജയിക്കുക, എന്താ സംശയമൊന്നുമില്ല, കാര്യം ഭീഷ്മപിതാമഹരുണ്ട് അവിടെ, പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ജയിക്കുള്ളൂ എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 10ാമത്തെ ദിവസം ആയപ്പോഴാണ് ഭീഷ്മർ നിലംപതിച്ചു എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഭീഷ്മർ അവിടെ വീണു, അല്ലെങ്കിൽ ഭീഷ്മർക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം ശരശയ്യ ആയി എന്നുള്ളത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് പേടി പിടിച്ചു. ആകപ്പാടെ ഒരു ഷോക്കിംഗ് ന്യൂസായിപ്പോയി അത്. എന്തു ചെയ്യും? അപ്പം പെട്ടെന്ന് തോന്നി, അയ്യോ അവിടെ എന്തൊക്കെയാണ് നടക്കണം, ആകപ്പാടെ ടെൻഷൻ, എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത് അറിയില്ല. നമുക്കും അങ്ങനെ തന്നെയല്ലേ, എന്തെങ്കിലും ദുഃഖവാർത്ത ദൂരത്ത് നടന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്തൊക്കെയാണാവോ സംഭവിച്ചത് അവിടെ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളും കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷ, അത് മനുഷ്യൻ്റെ ഒരു സഹജമാണ്, മനുഷ്യ സഹജമാണ്. അപ്പം അങ്ങനെ ഒരു ആകാംക്ഷ തോന്നി. അതിൻ്റെ ഒരു ബലത്തിലാണ് സഞ്ജയൻ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സഞ്ജയന് ധൃതരാഷ്ട്ര മനസ്സിൽ തമോ ഗുണം നിറഞ്ഞവനാണ്. ധൃതരാഷ്ട്രക്ക് ആകെ അറിയേണ്ടത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ അറിയാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭക്തനാണ് സഞ്ജയൻ. അപ്പോൾ സഞ്ജയന് അങ്ങനെ അവിടെ പാണ്ഡവർക്കും കൗരവർക്കും മാത്രമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ മുഴുവനായിട്ടും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ലൈവായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ രംഗങ്ങളായിട്ട് വിവരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട്, ഇതിലല്ലേ ഭഗവത്ഗീത വന്നത്. അങ്ങനെയാണല്ലോ ഭഗവാന്റെ തത്വങ്ങൾ അർജുനൻ ഏറ്റെടുക്കുന്നത്, ഭഗവാൻ ഉപദേശിച്ച തത്വങ്ങൾ അർജുനൻ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഈ തത്വങ്ങളൊക്കെ ധൃതരാഷ്ട്ര ചെവി കൂടിയും കടന്നു പോയെങ്കിലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എന്ത് വിവരിച്ചാലും കണ്ണിൻ്റെ അന്ധത പോലെ തന്നെ മനസ്സും അത്രയ്ക്കും ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ അറിയേണ്ട കാര്യം ഇവർ തമ്മിൽ എന്താണ് യുദ്ധം നടക്കുന്നത്, ആര് ജയിക്കും ആര് തോൽക്കും, ഞങ്ങൾ തന്നെ ജയിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ സഞ്ജയൻ അത് വിശദമായിട്ട് ഓരോ രംഗങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിൽ വരുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ അത് ആദ്യം കേൾക്കണം, ശ്രവണം, പിന്നെ അത് മനനം ചെയ്യണം, പിന്നീടത് പ്രാവർത്തികമാക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ, നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയില്ലേ, പഠിപ്പിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഇരിക്കും കേട്ടോ പറയും. അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനൊരർത്ഥം, ആരാണോ പറയുന്നത് അവരിൽ നല്ലൊരു വിശ്വാസം കൂടെ വേണം. അതായത് നമ്മൾ ആദ്യത്തെ ഇപ്പോൾ സ്കൂളിൽ ഞാനൊരു ക്ലാസ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ആ തരത്തിൽ പറയാം. ഒരു ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അത് ശരിയില്ല കേട്ടോ എന്ന് പറയുന്നതിന് പകരം അവരെ കണ്ട് അവരെ ഒന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യേ ഇത് എന്തത് ഇങ്ങനെ പറഞ്ഞു തരുന്നേ ടീച്ചർ തോന്നും. അതേ സമയത്ത് ചിലപ്പോൾ ടീച്ചർ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 2-3 ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ആ ടീച്ചറോടൊരു ഇഷ്ടം വരണം. എനിക്കൊക്കെ സത്യത്തിൽ അങ്ങനെ ചില ടീച്ചർമാരോടൊക്കെ വളരെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഞാൻ BSc പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് മാത്സ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ സാറിനോട് ഞങ്ങൾക്കൊക്കെ വളരെയധികം ബഹുമാനവും വളരെയധികം ഇഷ്ടമായിരുന്നു. ആ സാറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പഠിച്ച് ഫുൾ മാർക്ക് കോളേജ് ലെവലിൽ വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ മാത്സിൽ. അപ്പോൾ എന്താ വെച്ചാൽ സാറിനോട് അത്ര ഇഷ്ടമാണ്, സാറ് പറയുന്നതിനോട് അത്രയും വിശ്വാസമാണ്. സാറ് പറഞ്ഞാൽ ഇത് വരും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അപ്പം നമുക്ക് അത്രയും കോൺഫിഡൻസ് തരാണ്. ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഇങ്ങനെയാണ്, ഈ നിലയ്ക്ക് പോയാലാണ് ഇതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുക. അങ്ങനെ ട്രിക്സ്, മാത്സിൻ്റെ കുറേ ട്രിക്സ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം എൻ്റെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നാലേ മാത്സിനോടൊരു ഇഷ്ടം വരുള്ളൂ.
ഞാനത് ഈ സന്ദർഭത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഭഗവാനാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനാണ് പറയുന്നത് എന്ന ഒരു വിശ്വാസം, ആ ഭഗവാൻ പറയുന്നത് തെറ്റല്ല എന്ന് വിശ്വാസം വേണം. മാത്രമല്ല ഭഗവാൻ ആരോടാണ് പറയുന്നത്? അർജുനനോടാണ് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള അർജുനനോടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനൻ അതുകൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കാം വെച്ചാൽ എനിക്കും ഈ പാത, അതായത് ഈ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ ഇതിലെ തത്വങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളതിൽ നിന്ന് എത്രയോ മാറി എൻ്റെ ജീവിതവും ധന്യമാക്കാൻ പറ്റുമല്ലോ എന്ന ഒരു പറ്റുമല്ലോ എന്നല്ല, പറ്റും എന്ന ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം വേണം. അതാണ് ശ്രവണത്തിൽ വരുന്നത്. ഇനി മനനം എന്ന് പറയുമ്പോഴേക്കും അത് നമ്മൾ ആദ്യം കേട്ട് ഇതെല്ലാം ഇപ്പം ആ വിശ്വാസം ഉണ്ട്, ആ വിശ്വാസത്തിലാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക, മനസ്സിലിട്ടിട്ട് ഇങ്ങനെ അരി ആട്ടുന്ന പോലെ ആട്ടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ആട്ടി അതിൽ നിന്ന് അങ്ങോട്ട് അതായത് നമ്മളതിനെ ക്രിട്ടിസൈസും ചെയ്യുക, നമ്മളതിനെ പഠിക്കുകയും ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈ വാട്ട് എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചെടുത്ത് സ്വന്തമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഇതിലേതാണ് നല്ലത്, ഏതാണ് ചീത്തന്ന്. എന്നിട്ട് അതിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾക്ക് ഭഗവാനുമായിട്ട് മനസ്സ് ചേർത്ത് വയ്ക്കാൻ പറ്റും. മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹവും നമ്മൾക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഇത് ശ്രവണം ചെയ്തു, പിന്നെ അതിനെ വേർതിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ടും ധൃതരാഷ്ട്രർ നന്നാവാത്ത പോലെ ആ സ്വഭാവം, ആ ആറ്റിറ്റ്യൂഡല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മളൊന്ന് മാറണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരും കൂടെ വേണം. ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മൾ ഭഗവത്ഗീതയും നാരായണീയവും എല്ലാം പുരാണ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ചെറിയ തത്വങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുകയും കൂടെ വേണം. എന്നാലേ നമ്മൾക്ക് ജീവിത വിജയം ഉറപ്പാക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണ്, എന്നാലും വരുന്നത്. ഇനി 1-2 ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്രീമദ് ഭഗവത്ഗീത പ്രഥമോധ്യായ അർജുന വിഷാദയോഗ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതാണ് ശ്ലോകം. ധർമ്മവാസം കുരുക്ഷേത്രം സമരക്കളമാക്കിയോൻ എന്മക്കളും പാണ്ഡവരും എന്തു ചെയ്തിതു സഞ്ജയ. ഇതതിൻ്റെ മലയാളമാണ്. ഇങ്ങനെ 3 ശ്ലോകങ്ങൾ ഇന്ന് വായിച്ചു തരാം. അർത്ഥം പറയുമ്പോഴേക്കും ചിലപ്പം നീളം കൂടും, അതുകൊണ്ട് അർത്ഥം അടുത്ത ദിവസം പറയാം. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെ കുരുക്ഷേത്രത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണല്ലോ. അപ്പം സഞ്ജയൻ്റെ ഉത്തരമാണ് ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. പരന്ന പാണ്ഡുസൈന്യത്തെ നിരീക്ഷിച്ചു സുയോധനൻ ദ്രോണാചാര്യർക്കടുത്തെത്തി പറഞ്ഞാനിതുമാതിരി. സഞ്ജയൻ അവിടെ നടക്കുന്ന എന്താന്ന് പറയുകയാണ്. ഇപ്പോൾ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഈ പാണ്ഡവ സൈന്യത്തിനെ കണ്ടിട്ട് അത് ഇങ്ങനെയൊക്കെയാണ് അവർ വ്യൂഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 2ാമത്തെ പദ്യം. ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസം വീണ്ടും പറയും. ഈ ദിവസം പറ്റില്ല എന്നേ ഉള്ളൂ. 3ാമത്തെ ശ്ലോകം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. മലയാളം. കണ്ടാലും പാണ്ഡുപുത്രന്മാർ കൊണ്ടുവന്നോരു സേനയെ ബുദ്ധിമാനാം ഭവത് ശിഷ്യൻ യുദ്ധസന്നദ്ധമാക്കിയോൻ. ഒരു പദ്യം കൂടെ ചൊല്ലാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അതിൽ മഹാന്മാർ ശൂരന്മാർ ഭീമാർജുന സമാനരാം യുയുധാനൻ വിരാടൻ താൻ ദ്രുപദൻ കേൾ മഹാരഥർ.
അപ്പം നമ്മൾ 4 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഇതിൻ്റെ 4ൻ്റെയും അർത്ഥം അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രം. അപ്പോൾ ദ്രോണാചാര്യരുടെ അടുത്ത് എത്തിയിട്ടാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ശ്ലോകത്തിൽ പറയണത് ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ എന്നാണ്. ദ്രോണാചാര്യർ തന്നെയാണ് ദ്രോണരെയും ദ്രുപദരെയും ദ്രോണാചാര്യരുടെ അടുത്ത് എത്തിയിട്ടാണ് പറയണത്. അപ്പോൾ ദ്രോണാചാര്യരുടെ ശിഷ്യനുമാണ് ദ്രുപദൻ. അപ്പോൾ പറയാണ് അങ്ങയുടെ ശിഷ്യൻ തന്നെ അങ്ങയ്ക്കെതിരെ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ തമാശ. ഒന്ന് ഇങ്ങനെ എന്താ പറയുക, കൊള്ളിക്കുന്ന മാതിരി പറയാണ്. എന്തപ്പോൾ അത്ര പഠിപ്പിച്ചിട്ടുണ്ടായി ഈ കാര്യം, അദ്ദേഹം തന്നെ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്കെതിരെ വരുന്നത് എന്നൊരു കൊട്ടും കൂടെ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ പാണ്ഡ്യസേനയിൽ ആരൊക്കെയാണ് എവിടേക്കാണ് വിന്യസിച്ചേക്കണത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അടുത്ത ദിവസം തുടരാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു. കൃഷ്ണ ഗുരുവായൂരപ്പ.